പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഒരുപാട് ഒഴിവുകളുമായിട്ട് വരാനിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. വിവിധ സർക്കാർ ഉടമസ്ഥതയിലുള്ള, സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനികൾ, കോർപ്പറേഷനുകൾ, ബോർഡുകൾ, അവിടേക്കുള്ള അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുമെന്നാണ് PSC അറിയിച്ചിട്ടുള്ളത്. PSCയുടെ യോഗ തീരുമാനങ്ങൾ ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിലെ വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനി, ബോർഡ്, കോർപ്പറേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ മാസം, അതായത് ഇതിപ്പോൾ സെപ്റ്റംബർ എൻഡ് ആയിട്ടുണ്ട്, ഒക്ടോബറിൽ തന്നെ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. നോട്ടിഫിക്കേഷൻ വരും എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഒരുപാട് വേക്കൻസികൾ വരുന്ന ഒരു തസ്തികയാണ് എന്നുള്ളതാണ്. ഏതാണ്ട് 3000-ഓളം പേർക്കാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നൊക്കെ നിയമനം പോയിട്ടുള്ളത്. അതിന് മുന്നേ ഉള്ള ലിസ്റ്റിൽ നിന്ന് 4000-ഓളം പേർക്ക് ഈ ഒരു തസ്തികയിലേക്ക് നിയമനം പോയിട്ടുണ്ട്. അതായത് കേരള PSC നടത്തുന്ന പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു തസ്തികയാണ്. അത് പ്രത്യേകിച്ചും ഡിഗ്രി ലെവൽ ഉള്ള ഏറ്റവും മികച്ച ഒരു തസ്തികയാണ് ഇതെന്ന് പറയുന്നത്. കമ്പനീസ്, വിവിധ കമ്പനികൾ, കോർപ്പറേഷനുകൾ, ബോർഡുകൾ, അവിടേക്കാണ് നിയമനം വരുന്നത്. ഡിഗ്രിയാണ് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ. ബിരുദമുള്ള ജനറൽ കാറ്റഗറി ആണെങ്കിൽ 36 വയസ്സിൽ താഴെയുള്ള ആർക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. OBC അല്ലെങ്കിൽ SC ST ഒക്കെ ആണെങ്കിൽ അതനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നേരത്തെ പഠനം ആരംഭിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ സിലബസ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു സിലബസിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പഠിച്ചു തുടങ്ങുക. ഡിഗ്രി ബേസ്ഡ് എക്സാംസിന്റെ സിലബസ് തന്നെയാണ്. പ്രിലിംസ് ഉണ്ടാവും, മെയിൻസ് ഉണ്ടാവും. വിവിധ കമ്പനികൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ ഓരോന്നിനും വ്യത്യസ്തമായ സാലറി സ്കെയിലും നിയമനങ്ങളും ഒക്കെയാണ് വരിക എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അതൊക്കെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ പറയുന്നതാണ്. എവിടേക്കാണ് ഇതെന്ന് പറയുന്നത്? കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ്, KSFE, KSEB, കെൽട്രോൺ, മലബാർ സിമെന്റ്സ്, കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ, ട്രാവൻകൂർ ടൈറ്റാനിയം, അങ്ങനെയുള്ള കുറേ സംസ്ഥാന സർക്കാരിന് കീഴിൽ വരുന്ന കുറേ കമ്പനികളുണ്ട്. ഇപ്പൊ KSEBക്കാണ് ബോർഡുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് നിയമനം കിട്ടുക, അല്ലെ? അപ്പൊ ഇത് PSCയുടെ യോഗ തീരുമാനങ്ങളിൽ എഴുതിയിട്ടുള്ള അതേ ലിസ്റ്റ് തന്നെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ഇതായിട്ട് KSRTC ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകളിലേക്ക്, കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ, അതുപോലെ തന്നെ ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, വിവിധ കോർപ്പറേഷനുകളാണ് ഈ ഒരു ലിസ്റ്റിൽ പറയുന്നത്. മറ്റേടത്ത് കമ്പനികളും ബോർഡുകളും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിലേക്കൊക്കെ ഒരുപാട്, അതുകൊണ്ടാണ് ഇത്രയും കമ്പനികളും ബോർഡുകളും ഒക്കെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുണ്ട്. അവിടത്തേക്ക് നിയമനം വരുന്നത് ഈ PSC പരീക്ഷ വഴിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ തവണത്തെ, അതായത് 2019 വന്ന ലിസ്റ്റിൽ നിന്ന് 3883 പേർക്കാണ് നിയമനം കിട്ടിയിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 4000-ഓളം പേർക്ക് ആ ലിസ്റ്റിൽ നിന്ന് നിയമനം കിട്ടിയിട്ടുണ്ട്. ഈ ലിസ്റ്റ് എക്സ്പയർഡ് ആയി, അതിനുശേഷം ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതും ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൽ നിന്നും ഒരുപാട് പേർക്ക്, 2000-ഓളം പേർക്ക് നിയമനം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. I+ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഒരുക്കിയിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾ, PVQ ഡിസ്കഷൻസ്, റീസെന്റ് ആയിട്ട് നടന്ന പരീക്ഷകളുടെ അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് I+നൊപ്പം നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം. അതും വളരെ ചെറിയ ഫീസിൽ. പ്രിലിംസ് ഉണ്ട്, അതിനുശേഷം മെയിൻസ് ഉണ്ട്. 2 പരീക്ഷകൾക്കായിട്ടും I+നൊപ്പം നിങ്ങൾക്ക് തയ്യാറെടുക്കാം. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഈ ഒരു അവസരം മിസ്സാക്കാതെ സർക്കാർ ജോലി സ്വന്തമാക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.